ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ ആൽക്കമി സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. ഞാൻ ഫെമി ശബ്നം. ഞാനാണ് ഇന്നത്തെ ഈ സെഷന്റെ ഹോസ്റ്റ്. സോ ആൽക്കമി സെഷൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക്, ആൽക്കമി നമ്മുടെ വെൽനസ് കമ്മ്യൂണിന്റെ ഒരു പാർട്ടാണ്. സോ വെൽനസ് കമ്മ്യൂണിറ്റി അത് നമ്മളെ ഒരു പ്രിവെന്റീവ് ആൻഡ് പ്രൊആക്റ്റീവ് ഹെൽത്തിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ ആൽക്കമി അതിന്റെ ഒരു ടീമാണ്. സോ അവിടെ നമുക്ക് ആൽക്കമിയിൽ എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് നമുക്ക് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫുഡ് പാറ്റേൺ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേസിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതുപോലെ സ്മാർട്ട് ഗ്രോസറി ടിപ്സ്, പിന്നെ നമുക്കൊരു കിച്ചൺ വെൽനെസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരാം, ഇതൊക്കെയായിരിക്കും നമുക്ക് ആൽക്കമി ടീം നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ആൽക്കമിക്ക് ഒരു ഡിജിറ്റൽ കുക്ക് ബുക്ക് ഉണ്ട്. സോ അതിൽ നമുക്ക് 30+ റെസിപ്പീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. വെൽനസ് കമ്മ്യൂണ് നമുക്കൊരു പ്രിവെന്റീവ് ആൻഡ് പ്രൊആക്റ്റീവ് ഹെൽത്തിന്റെ അപ്രോച്ച് ആണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ ദേ ഹാവ് എ ഗൈഡ് ലൈൻസ്, ഒരു ഡയറ്ററി ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ അതിനെ ബേസ്ഡ് ചെയ്തിട്ടാണ് ആൽക്കമിയുടെ നമുക്ക് റെസിപ്പീസ് ഒക്കെ വരുന്നത്. സോ ഇന്ന് നമുക്കൊരു 3 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് നമുക്ക് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ആൾക്കാർ. നമുക്ക് ഒരു 3 ലേഡി എന്താ പറയാ, ഫുഡ് എന്തൂസിയസ്റ്റ് ആയിട്ടുള്ള 3 ആൾക്കാരാണ് നമുക്ക് ഇന്ന് 3 റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുള്ളത്. അതുപോലെ ഹെൽത്തി റെസിപ്പീസ് എന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവാം, ടേസ്റ്റി ആയിരിക്കും അല്ലെ, ഭയങ്കര ബ്ലാൻഡ് ആയ രീതിയിലായിരിക്കും എന്നൊക്കെ. പക്ഷെ നമുക്ക് ആൽക്കമി നമുക്ക് അതിൽ നിന്നൊരു ചേഞ്ച് അല്ലെ, നിങ്ങൾ ആ ഒരു തോട്ട് ഒന്ന് മാറ്റി ചിന്തിപ്പിക്കും നിങ്ങൾ ആൽക്കമി റെസിപ്പീസിലൂടെ. സോ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റെസിപ്പീസ് ആണ് നിങ്ങൾക്ക് ഇന്ന് ആൽക്കമി ഷെയർ ചെയ്യുന്നത്. സോ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് റെസിപ്പി എന്താണെന്ന് നോക്കാം. അത് നമുക്ക് ചെയ്തു തരുന്നത് മിസ് അജിത് കുമാരിയാണ്. സോ ഒരു മില്ലറ്റ് കേർഡ് റൈസ് ആണ് നമുക്ക് ടീച്ചർ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അത് കാണാൻ വേണ്ടി നമുക്ക് ടീച്ചറെ കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. സോ അവിടെ നമുക്ക് മില്ലറ്റ് കേർഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്ന ടീച്ചർ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓവർ ടു ടീച്ചർ. താങ്ക് യു ഫെമി. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലിറ്റിൽ മില്ലറ്റ് കേർഡ് റൈസ് ആണ്. ഒരു ചാമരി കൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു കേർഡ് റൈസ് ഉണ്ടാക്കുക എന്നാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ. നമുക്ക് ഒരു 1/2 കപ്പ് സോക്ക് ചെയ്തിട്ടുള്ള ലിറ്റിൽ മില്ലറ്റ് ഉണ്ട്. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് 2 അരിഞ്ഞു വെച്ചത്, അതുപോലെ ഇഞ്ചി കുറച്ച് അരിഞ്ഞത്, 2 വറ്റൽമുളക് പീസാക്കി വെച്ചിരിക്കുന്നു, മല്ലിയില കുറച്ച്, കറിവേപ്പില കുറച്ച്, ജീരകം, അതുപോലെ കേർഡ് റൈസിനുള്ള കേർഡ്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് പരിപ്പ്, കുറച്ച് കപ്പലണ്ടി, കടുക്, ഉപ്പ്, ടേസ്റ്റിന് ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേർഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ലിറ്റിൽ മില്ലറ്റ് കേർഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമുക്കത് ലഞ്ചിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് എന്ന് പറയുന്നത് വളരെ ഡെലിഷ്യസും ആണ്, അതുപോലെ ന്യൂട്രീഷ്യസും ആണ്. ലിറ്റിൽ മില്ലറ്റ്, അതായത് ചാമ എന്ന് പറയുന്നത് അതൊരു ന്യൂട്രിയന്റ് റിച്ച് ഗ്രെയിൻ ആണ്. അതിൽ ഫൈബർ ഉണ്ട്, മിനറൽ ഉണ്ട്. ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൈര് ഉപയോഗിക്കുന്നു, കേർഡ് ഉപയോഗിക്കുന്നു, അതുപോലെ ഉഴുന്നുപരിപ്പ്, പയറ്, കപ്പലണ്ടി, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടും. നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും ഏത് മില്ലറ്റ് ആയാലും ശരി, ഇപ്പൊ ലിറ്റിൽ മില്ലറ്റ് ആയാലും ശരി, ഫോക്സ്ടെയിൽ ആയാലും ശരി, ബാനിയയുടെ ആയാലും ശരി, ഏത് മില്ലറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മിനിമം ഒരു 6 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്യണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഫൈറ്റിക് ആസിഡ് ഉണ്ട്. ഫൈറ്റിക് ആസിഡ് അതിലെ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അപ്പൊ നമ്മൾ സോക്ക് ചെയ്യുന്ന അതുകൊണ്ടുള്ള നേട്ടം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈറ്റിക് ആസിഡ് അതിൽ കുറയുന്നത് കൊണ്ട് ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും. രണ്ടാമത് പറയുന്നത് ഇതിൽ കോംപ്ലക്സ് കോമ്പൗണ്ടിനെ സോക്ക് ചെയ്യുമ്പോൾ കോംപ്ലക്സ് കോമ്പൗണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഡൈജസ്റ്റബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ മിച്ചം സോക്ക് ചെയ്തതുകൊണ്ട് കുക്കിംഗ് അവേഴ്സ് വളരെ കുറവാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇത് എങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്.
പാനിലാണ് ഞാൻ വെക്കുന്നത്. ഇതിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൽ മില്ലറ്റ് ആണ്. ഇതിന്റെ ഒരു 1.25 കപ്പ് വെള്ളം ഇതിൽ ചേർത്താണ്. ഇനി നമ്മള് ഇത് വേവാനായിട്ട് വെക്കാം. ഇത് വേവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 8 മിനിറ്റ് നമ്മൾ ഇത് വേവാനായിട്ട് എടുക്കും. അപ്പൊ ആ ഓക്കെ സമയം നമുക്ക് അടുത്ത കിച്ചണിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ മില്ലറ്റ് കുക്ക് ആകുന്ന സമയം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് പോവാം. സോ നമുക്ക് ടീച്ചറെ കിച്ചണിനോട് ഒന്ന് താൽക്കാലികമായിട്ട് വിട പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് കിച്ചണിലേക്ക് പോവാം. സോ അവിടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്വാപ്പ് ആണ് നമുക്ക് അവിടെ കാണാൻ പോകുന്നത്. നമ്മൾ കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ദോശ. നമുക്ക് ദോശ ഇല്ലാത്തൊരു ദിവസം ചിന്തിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ മിക്കപ്പോഴും ചിലപ്പോൾ ഉണ്ടാക്കുന്ന ദോശ അല്ലെ വൈറ്റ് റൈസ് കൊണ്ടുള്ളതായിരിക്കും. സോ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ദോശ നമുക്ക് സിന്ധു സനിൽ നമുക്ക് പരിചയപ്പെടുത്താം. മിസ്സിസ് സിന്ധു സനലിന്റെ കിച്ചണിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദോശ നമുക്ക് കാണാം. സോ ഓവർ ടു യു. ഗുഡ് ഈവനിങ്. പേര് സിന്ധു. പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും അരി വെച്ചിട്ടുള്ള ദോശയാണല്ലോ ഉണ്ടാക്കുന്നത്. നമുക്ക് ദോശ ഒരിക്കലും ഒഴിവാക്കാനും പറ്റും. അപ്പോ ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻസിന്റെ ഒരു നല്ലൊരു പ്രോട്ടീൻ സോഴ്സായ ചെറുപയർ വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അതിന് ചെറുപയർ ഞാൻ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിയില, കറിവേപ്പ്, ജീരകം, പിന്നെ ഒരല്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ അരക്കുന്നു. അപ്പോ ഞാൻ ഓൾറെഡി സമയം കുറച്ച് പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്, ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് സാധാരണ ദോശമാവ് പോലെ ഒത്തിരി നമുക്ക് നേർപ്പിക്കാൻ പറ്റില്ല, കുറച്ച് തിക്കായിട്ടാണ് മാവ് ഉണ്ടാവുക. അപ്പോ ഇതും ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ദോശക്കല്ലിൽ അല്പം നെയ്യ് ഇതിന് ഒരു ഫെർമെന്റേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. കുതിർക്കുന്ന ഒരു 6 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം അരച്ചിട്ട് അപ്പൊ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് ഉണ്ടാവാറ്. നെയ്യാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് വരുന്നത്, നെയ്യ് ഉപയോഗിക്കുമ്പോഴാണ്. ഇവിടെ എല്ലാവരും നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പം ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പിസ്സ പോലെ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ഇതിൽ പരീക്ഷിക്കാൻ പറ്റും. സാധാരണ നമ്മള് അടദോശ അതല്ലെങ്കിൽ ഊത്തപ്പം ഉണ്ടാക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ലോട്ട് ഓഫ് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം അല്ലേ? ചെയ്യാം. ഓക്കെ. നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അത് വളരെ ബ്ലാൻഡ് അല്ലേ? നമ്മളിപ്പോ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് രസമല്ലാതെ വലിയ ടേസ്റ്റ് ഒന്നും അതിന് ഉണ്ടാവാറില്ല. സോ ഈ ദോശ എങ്ങനെയായിരിക്കും നമുക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടാവുക? ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാനല്ലേ പറ്റുന്നുള്ളൂ, സ്മെൽ അറിയാൻ പറ്റുന്നില്ലല്ലോ. ഇതിനകത്ത് വളരെ നല്ലൊരു സ്മെല്ലാണ്.
കറിവേപ്പിലേന്റെയും മല്ലിയിലയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ കൂടിയിട്ട് നല്ലൊരു സ്മെല്ലാണ് കണ്ടു വരുന്നത്. നല്ലൊരു ഫ്ലേവർഫുൾ ദോശയായിരിക്കും അല്ലേ? തീർച്ചയായും ഇവിടെ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊതുവെ. ഞാൻ ഓ കരുതിയിരുന്നത് ഹെൽത്തി റെസിപ്പിക്ക് ആവുമ്പോഴത്തേക്കും കുട്ടികള് പുറകോട്ട് പോകും ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നാണ്. പക്ഷെ എന്റെ മക്കൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് ഒരു പ്രോട്ടീൻ ദോശ നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായും രാവിലെ അവര് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുത്താൽ അവർക്ക് കുറച്ചും കൂടി ഫില്ലിംഗ് ആയിരിക്കും. കുട്ടികൾ ഉച്ചവരെ അവരുടെ ലഞ്ച് ബ്രേക്കിന്റെ ഇടയിൽ അവർ കുറച്ചും കൂടെ അവർക്ക് അത്രയും പെട്ടെന്നൊന്നും വിശപ്പ് ഫീൽ ചെയ്യില്ല. ഈ ദോശന്റെ കൂടെ നമ്മൾ സൈഡായിട്ട് എന്താ കൊടുക്കുക? സൈഡായിട്ട് നമുക്ക് ചട്നിയാണ് നല്ലത്. കാരണം നമുക്ക് ദോശയും ചട്നിയും ഒക്കെ ഒഴിവാക്കിയിട്ടൊരു ഇതില്ലല്ലോ അതെ, നമ്മുടെ കിച്ചണിൽ. അപ്പൊ നമുക്ക് ചട്നി ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. സാമ്പാറാണെങ്കിലും ചട്നി ആണെങ്കിലും. ഇതിപ്പം നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ ചട്നീസ് പോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ തക്കാളി ചട്നിയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ. കാരണം നമുക്ക് ഇതിന് പ്രത്യേകിച്ച് പുളി ഒഴികെ ബാക്കി എല്ലാ ടേസ്റ്റും ഇതിനുണ്ട്. അപ്പൊ പുളിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത്തിരി പുളിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ചട്നിയോ അങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ എല്ലാ ടേസ്റ്റും നമുക്ക് വരുന്നുണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പി ആയിരിക്കും. ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഒന്നുകൂടി പറയാമോ അത് എന്തൊക്കെയാ ചേർക്കുന്നത് എന്നുള്ളത്? ബാറ്ററിലാണോ ചെറുപയറിന്റെ ഇതിലാണോ? അതെ, ആദ്യം പറഞ്ഞത് ഓഡിയോ എന്തോ സ്ട്രക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അത് 6 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള 6 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറാണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, കറിവേപ്പ്, ജീരകം, കായം, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചു വെച്ചതാണ്. അരച്ചിട്ട് അപ്പൊ തന്നെ ഉണ്ടാക്കുകയാണ്. 6 മണിക്കൂർ കുതിർത്ത് വെക്കുന്നു. പിന്നെ 6 മണിക്കൂർ മറ്റേ നമ്മൾ സാധാരണ ദോശക്ക് ഉപയോഗിക്കും പോലെ ഉഴുന്നോ ഉരുവോ ഇങ്ങനെയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒന്നും ചേർത്തിട്ടില്ല, ഒന്നും ചേർക്കാതെ തന്നെയാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടത്, അതിൽ നമ്മൾ ഒത്തിരി വെള്ളം ചേർക്കാതാണ് നമ്മൾ അധികം നേർപ്പിക്കാതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓൾറെഡി ദോശ റെഡിയാണ്. നമ്മുടെ പ്രോട്ടീൻ ദോശ റെഡിയായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ വെൽനസ് കമ്മ്യൂൺ സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്ക് അന്ന് ദോശ ഒരു വലിയ ചർച്ചയായിരുന്നു. ആൾക്ക് ദോശ ഇല്ലാതെ പറ്റില്ല അല്ലേ, നമുക്ക് പലർക്കും. സോ അതിനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെ സ്വാപ്പ് നമുക്ക് മാം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് മാമിനോട് നല്ലൊരു താങ്ക് യു പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് ഒരു മില്ലറ്റ് കേർഡ് റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് എവിടം വരെ ആയി, അതിന്റെ കുക്കിംഗ് എത്രത്തോളം ആയി നമുക്ക് കാണാം. സോ അതിനുവേണ്ടി നമുക്ക് വീണ്ടും അജിതകുമാരി ടീച്ചറെ കിച്ചണിലേക്ക് ഒന്ന് പോവാം. ഏകദേശം മില്ലറ്റ് ഒരു മിനിറ്റോട് കൂടി വെന്താൽ മതി. ഓക്കെ, വേവ് കറക്റ്റ് ആവും. അപ്പൊ ആ സമയം കുറച്ച് ഇതിലേക്കൊക്കെ താളിക്കാനായിട്ട് കടുക് അതുപോലെ തന്നെ നമ്മളവിടെ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും, പയറ്, ഉഴുന്ന് പരിപ്പ്, കപ്പലണ്ടി, പച്ചമുളക്, ഇഞ്ചി എല്ലാം നമ്മൾ താളിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതൊന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ കേട് ഒഴിക്കും, ആവശ്യത്തിന് ഉപ്പിടും, ഇത് അതിലേക്ക് ചേർക്കും, മല്ലിയില ഉപയോഗിച്ച് തന്നെ ഗാർണിഷ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഏകദേശം വേഗം ഒരുവിധം ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ ടൈപ്പ് മില്ലറ്റ്സും വെച്ച് ചെയ്യാലോ അല്ലേ? എന്തൊക്കെ വെക്കാം. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. അല്ലെ നമുക്കൊരു ഓവർനൈറ്റ് സോക്കിംഗ് പോലെ ചെയ്യാം. ഓക്കെ.
ഇതില് മില്ലറ്റ് വെന്തു. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കേർഡ് ചേർക്കാം. നമ്മൾ തളിച്ചിരിക്കുന്ന എല്ലാവരും ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് പകർത്താം. കുറച്ച് മല്ലിയില നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇടാം. കേർഡ് മില്ലറ്റ് റൈസ് റെഡി. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു കേർഡ് റൈസ് നമ്മൾ കണ്ടു. അതും ഒരു സൂപ്പർ ഫുഡ് അല്ലേ? മില്ലറ്റ് നമ്മൾ സൂപ്പർ ഫുഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. സോ നമ്മൾ അത് കണ്ടു. അതുപോലെ ഞാനൊരു എന്താ പറയാ, കേരളത്തിന്റെ ഒരു നോർത്തേൺ റീജിയനിലുള്ളതാണ്. അപ്പൊ ഞങ്ങൾ അധികം കേർഡ് റൈസ് അങ്ങനെയൊന്നും കഴിക്കാറില്ല. ഇവിടെ അധികം കുക്ക് ചെയ്യൽ കുറവാണ്. അപ്പൊ ഞാൻ ബാംഗ്ലൂർ കർണാടക ഏരിയ പഠിക്കുന്ന സമയത്തായിരുന്നു ഇത് കണ്ടത്. സോ അവിടെയൊക്കെ പലപ്പോഴും പല ആൾക്കാരും കുക്ക് ചെയ്യുന്നത് വൈറ്റ് പോളിഷ് റൈസ് വെച്ചിട്ടാണ്. സോ അതിനുവേണ്ടി നമുക്ക് ടീച്ചർ നല്ലൊരു ഹെൽത്തി സ്വാപ്പാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള മില്ലറ്റ് വെച്ചിട്ട് അത് കുക്ക് ചെയ്ത് കാണിച്ചു തന്നു അല്ലേ, ഒരു ഹെൽത്തി രീതിയിൽ. സോ താങ്ക് യു ടീച്ചർ, നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി പറഞ്ഞു തന്നതിന്. അതുപോലെ നമുക്കറിയാം കേർഡ് വളരെയധികം നമ്മളെ ഗട്ടിനെ സൂത്ത് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും, ഒരു പ്രോബയോട്ടിക് ആയതുകൊണ്ട്. നമുക്കൊരു ലഞ്ച് ടൈമിംഗ് ഒക്കെ ലഞ്ച് റെസിപ്പി ആയിട്ട് എടുക്കാൻ വളരെ ഒരു ആപ്റ്റായ ഒരു റെസിപ്പി ആയിരിക്കും നമുക്കിത്. സോ താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഒരു ലാസ്റ്റ് റെസിപ്പി, ഈ സെഷനിൽ നമ്മളെ ലാസ്റ്റ് റെസിപ്പി ഉണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. ആൽക്കമിയുടെ നമുക്ക് മുന്നത്തെ സെഷനിലൊക്കെ നമ്മൾ സ്മൂത്തീസ്, അതുപോലെ നമ്മൾ ഉപ്മാ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പലാവ്, അതുപോലെ നമുക്ക് സാലഡ്സ്, ഇതുപോലത്തെ പല റെസിപ്പീസ് നമ്മൾ മുന്നേ ആൽക്കമി സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവും. സോ ഇന്ന് നമ്മളൊരു സൂപ്പ് റെസിപ്പിയാണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഒരു കമ്മ്യൂൺ പ്രോട്ടീൻ സൂപ്പാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ അതിനു വേണ്ടി നമുക്ക് മിസ്സസ് ജിജി ആൻഡ് റോയിന്റെ കിച്ചണിലേക്ക് പോയി അത് എങ്ങനെയാണെന്ന് കാണാം. എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു പ്രോട്ടീൻ സൂപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് കാണാം. സോ ഓവർ ടു യു മാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. എന്റെ പേര് ജിജി റോയി, ഹോം മേക്കർ ആണ്. വടക്കഞ്ചേരി, പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലാണ് താമസിക്കുന്നത്. ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ, നമ്മളുടെ പ്രോട്ടീൻ സൂപ്പ് അതുണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നൈറ്റിലാണ് ഫുഡ് ഏറ്റവും വളരെ കുറച്ച് കഴിക്കാനും രാവിലെ കുറഞ്ഞ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അവർക്ക് ഏറ്റവും നല്ല സ്മൂത്തി പോലെ ഒരുപാട് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ റെസിപ്പിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ സൂപ്പാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് നമ്മളുടെ ടൈമിന്റെ കുറവ് കൊണ്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയന്റ് ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ടൊരു 3 മണിക്കൂർ കുതിർത്തി വെച്ച ചെറുപയറുണ്ട്. പിന്നെ ബോട്ടിൽ കാർഡ് എന്ന് പറയും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് ചൊരക്കാന്ന് പറയും. എറണാകുളം ആ ഭാഗത്തൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് ക്ലിയർ ആയിട്ട് അറിയില്ല. ബോട്ടിൽ കാർഡ് എന്ന് പറയും. ഈ സംഭവം സ്കിൻ കളയാതെ കട്ട് ചെയ്തിട്ട് ഇതിനെ ആക്കി ഞാൻ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് 2 വലിയ എരിവില്ലാത്ത 2 പച്ചമുളകും കൂടി മിക്സ് ചെയ്ത്
ഞാൻ ടൈം നമുക്കില്ലാത്തത് കൊണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പ് ഞാൻ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയന്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ കുറച്ച് മഷ്റൂം കൂടെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പനീറുണ്ട്, കുറച്ച് ഗാർലിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ പീസ് നമ്മുടെ ലെമൺ ഉണ്ട്, അതോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് നമ്മളുടെ നട്ട്സ് എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുത്തൊരു മിക്സും ഉണ്ട്. ഇനി കുറച്ച് ബട്ടറും ഉണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോ ഈ ഒരു വേവിച്ച് വെച്ച ഈ ഒരു സംഭവം ഇതൊരു 5 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വേവിച്ചാൽ മതിയാവും. അതിനുശേഷം ഓഫ് ചെയ്ത് വെച്ച് നമുക്കെപ്പോഴും സൂപ്പ് ചെറിയ ചൂടോട് കൂടി കുടിക്കാനാണ് ഇഷ്ടം. ഇതിപ്പോ ഞാൻ മിക്സിയിൽ അരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെറുതായിട്ടൊന്ന് തണുത്ത് കുറച്ച് നേരത്തേക്ക് വേവിച്ച് വെച്ച് കുറച്ച് മുമ്പേ. അപ്പൊ ഞാൻ ഇതിൽ മിക്സിയുടെ ചാറിലേക്ക് ഇടുന്നുണ്ട്. വെള്ളം നമ്മുടെ ആവശ്യത്തിന്, അതായത് സൂപ്പിന് ഏകദേശം എത്ര വെള്ളം വേണം അതനുസരിച്ചാണ് നമ്മൾ വെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നത്. ഒരു കുറച്ച് വെള്ളമായിട്ട്, ഒരുപാട് തിക്കല്ലാതെ കുറച്ച് വെള്ളമായിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് എടുക്കാനും കഴിക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാവുന്നതും എളുപ്പത്തിലുള്ളതും. ഇനി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിലൈറ്റിന്റെ പ്രോട്ടീൻ പൗഡറാണ് എന്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു സ്കൂപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. തിക്നെസ് കൂടുതലായതുകൊണ്ട് നമുക്കൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലൂസ് ആക്കിയിട്ട് അരയ്ക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ചൊന്ന് ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര ലൂസായിട്ട് നമുക്ക് നമ്മൾ ആവശ്യമാണ് ആ ലൂസിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർക്കാം. സൂപ്പ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയ ചൂടോട് കൂടി കുടിക്കാനാണ് ആഗ്രഹം. അപ്പൊ അതിന് നമുക്ക് ചെറുതായിട്ട് നമ്മൾ ഇതിനകത്ത് ചൂടാക്കി ആക്കി വെക്കാം. ചെറിയൊരു തീ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യേണ്ട കുറച്ച്
സാധനങ്ങൾ കൂടി ഉണ്ടാകുക. ആ ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിനകത്തൊന്ന് സോർട്ട് ചെയ്യാനായിട്ട് വെക്കാം. അതിനു മുമ്പ് ഇതിനുള്ളിൽ നമ്മൾ ഒരു ചെറിയ പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ അളവിൽ ഉപ്പും. ഇനി ഒരല്പം നമുക്ക് കാണാതിരിക്കും ഒരു ചെറിയ പിഞ്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം നാരങ്ങാ നീരും ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. സൂപ്പ് നമുക്ക് ചെറിയ ചൂട് മതി അതോ ബോയിൽ ചെയ്യണോ? വേണ്ട, ചെറിയ ചൂട് മതി. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും സൂപ്പ് യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ചൂടോട് കൂടിയാണല്ലോ. അതിനുള്ള ചൂട് നമ്മൾ ഇപ്പൊ നമ്മൾ വേവിച്ചിട്ടെല്ലാം കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു ചെറിയ ചൂടിന് കഴിക്കാനുള്ള ഒരു ചെറിയ ചൂട് മതി. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയന്റും കൂടി നമ്മളൊന്ന് സോർട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ നമ്മുടെ ഫ്രൈ പാൻ ഒന്ന് യൂസ് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നെയ്യ്ക്ക് പകരം ഒലിവ് ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നെയ്യോ ഒലിവ് ഓയിലോ എന്നുള്ളത് നമ്മുടെ ഓപ്ഷനാണ്. അത് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഒരു 2 or 3 ചെറിയ ഗാർലിക്, 2 or 3 ചെറിയ ഗാർലിക്കും കൂടെ അതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പനീർ ചെറിയ പീസാക്കി വെച്ച് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മഷ്റൂമാണ്. നമുക്കറിയാം ഇതെല്ലാം റിച്ച് പ്രോട്ടീൻ ആണെന്ന് നമുക്കറിയാം. നമ്മൾ ചിക്കൻ സൂപ്പ് തന്നെയാണെന്ന് ഓൾറെഡി ആക്കുന്നത്. അപ്പൊ കുറച്ച് മഷ്റൂം ഇട്ടൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യും. ഇതിന്റെ കൂടെ നമുക്ക് വേറെ വെജിറ്റബിൾ എന്തെങ്കിലും ബ്രോക്കോളി അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഏതെങ്കിലും ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോ നമ്മുടെ പനീർ അതോടൊപ്പം മഷ്റൂം ഇതെല്ലാം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയന്റ്, ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കതും ഇതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്നാണ്. നമുക്ക് ടോട്ടൽ എത്ര മിനിറ്റ് സോട്ട് ചെയ്യേണ്ടി വരും? ഒരു 2 or 3 മിനിറ്റ്. ഓക്കെ. ഇതൊന്ന് ചൂടായതിനു ശേഷം, നമ്മളിപ്പോ പാൻ അടുപ്പിൽ വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ചൂടായതിനു ശേഷം ഒരു 2 or 3 അല്ലെങ്കിൽ 4 മിനിറ്റ് സോർട്ട് ആവുന്നത് ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന ഒരു ടൈം വരെ. ഇതാവുമ്പോൾ റിച്ച് പ്രോട്ടീൻ ആണ്. തന്നെയല്ല സൂപ്പൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമ്മൾ രാത്രിയിലൊക്കെ ആണെങ്കിലും കഴിക്കുമ്പോൾ ഒരു ഹെവി ഡിന്നർ കഴിച്ചൊരു മറ്റും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തില് നമ്മളുടെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു ബോട്ടിഗാർഡിന്റെ ഇത് പീസ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്കിൻ തന്നെ നമ്മൾ കളയുന്നില്ല. ഇതിനകത്ത് നല്ല റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സി ഉണ്ട് ഈ സ്കിന്നില്. അതുകൊണ്ട് നമ്മൾ കളയുന്നില്ല. ഞാൻ ആദ്യം ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ ഒരു 3 or 4 മണിക്കൂർ ഒന്ന് നല്ല കുതിർത്തിയ നമ്മളുടെ ചെറുപയറ്, 1 or 2 എരിവ് കുറഞ്ഞ മുളക്, അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. മുളക് എത്ര ഇടണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പച്ചമുളക്, അതിന്റെ കൂടെ ഈ ബോട്ടിഗാർഡും കൂടെ കൂടിയിട്ട് ഒന്ന് വേവിച്ച് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ അതിനെ അടിച്ചത്, മിക്സിയിൽ അടിച്ചത്.
ഇതിന്റെ ഒപ്പം ഞാൻ ഇതിലൊരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാണുന്നെന്ന് വിചാരിക്കുന്നു. ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പംകിൻ സീഡ് ഉണ്ട്, അതോടൊപ്പം ഫ്ലെക്സ് സീഡ് ഉണ്ട്, സൺഫ്ലവർ സീഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒറിഗാനോ യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് എള്ളുണ്ട്, കുറച്ച് ഒരു 2-3 കാഷ്യൂ നട്ട്, അതോടൊപ്പം ബദാം. ഇതെല്ലാം കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിന്റെ ഒരു മിക്സ് ആണിത്. അത് ഞാൻ ലാസ്റ്റ് ഇതിനുള്ളിലേക്ക് ഇതിനുള്ളിലേക്ക് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ അവയറല്ല. ഞാൻ ഇന്നലെ ഒരു കുട്ടിയുടെ ഒരു റീല് കണ്ടു. അപ്പൊ സത്യത്തില് കോമഡിയാണ്, പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം അതിനുള്ളിൽ കൂടി ആ കുട്ടി വലിയൊരു സന്ദേശം നമ്മൾക്ക് തരുന്നത് എനിക്ക് തോന്നി. ആ കുട്ടി ചെയ്ത റീൽ ഇത്രേ ഉള്ളൂ. അതായത് നമ്മളെല്ലാവരും പോയിട്ട് വെളിയിൽ പോയിട്ട് ഒരുപാട് തവണ വറുത്ത എണ്ണയിലുള്ള എണ്ണ പലഹാരങ്ങളെല്ലാം വാങ്ങി കഴിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് എല്ലാം വാങ്ങി കഴിക്കും. നമുക്ക് നമ്മുടെ ബോഡിക്ക് ചേരാത്ത എല്ലാത്തരം ഫുഡ് നമ്മൾ കഴിക്കും. അതിനുശേഷം നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി ബിപിയും ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഡയബറ്റിക്കും ഇതെല്ലാമായിട്ട് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടർ കുറച്ച് മെഡിസിൻ എഴുതി. അന്നേരം മാത്രം നമ്മൾ ഡോക്ടറോട് ചോദിക്കും, സാറേ ഈ മെഡിസിനൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ടോന്ന്. അപ്പൊ നമ്മൾ ഇത്രയും നാളും കഴിച്ച ഒരു ഫുഡിനും യാതൊരു സൈഡ് ഇഫക്റ്റ് ഇല്ല. എനിക്ക് ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നൊരു റീലാണ് സത്യത്തിൽ ചിന്തിപ്പിച്ചു. നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടല്ല കഴിക്കുന്നത്, അല്ലെ? സാധാരണ നമ്മൾ അങ്ങനെയാണ്, നമുക്ക് എന്ത് കിട്ടി നമ്മളുടെ നാവിന് ടേസ്റ്റ് വരുന്നത് എന്തോ അത് കഴിക്കുക. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ ആ കുട്ടി തന്നെ പറയാണ് എന്താണ് ഇത്, കാരണം കഴിക്കുന്ന മരുന്നിന് മാത്രമേ സൈഡ് ഇഫക്റ്റ് അന്വേഷിക്കുന്നുള്ളൂ, കഴിക്കുന്ന ഫുഡിന് എത്രമാത്രം സൈഡ് ഇഫക്റ്റ് ഉണ്ട്, അത് നമ്മുടെ ബോഡിക്ക് ഉപകാരപ്പെട്ടതാണെന്ന് നമ്മൾ ഒരിക്കലും അന്വേഷിക്കുന്നില്ല എന്നൊരു നല്ല മെസ്സേജ് അതിൽ കണ്ടു. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇന്നിപ്പോ കാണിച്ച എല്ലാ റെസിപ്പീസും നമുക്ക് നമ്മുടെ വെൽനസ് കമ്പനി ഡിസൈൻ ചെയ്ത നല്ല നല്ല ഫുഡ് റെസിപ്പീസ് ആണ്. നമ്മുടെ ബോഡിക്ക് യാതൊരു സൈഡ് ഇഫക്റ്റും വരാത്തതാണ്. ഇപ്പൊ നമ്മൾ ചൂടാക്കാൻ വെച്ച ഇതൊന്ന് ചൂടായിട്ടുണ്ട്, ഞാൻ അതിന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ചൂട് മതി. ഇതിലും തിക്നെസ് കുറയ്ക്കണം എന്നുള്ളവർക്ക് അതനുസരിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്യാം. അല്ലെങ്കിൽ വേവിച്ച് വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മിക്സി അടിക്കാൻ സമയത്ത് അതിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. ഏകദേശം നന്നായിട്ടൊന്ന് സോട്ട് ആയിട്ടുണ്ട്. ഞാൻ ഇതിനൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ ഒരു കുറച്ച് ഞാൻ ആ നട്ട്സിന്റെ എല്ലാത്തിന്റെയും സീഡ്സിന്റെ ഒക്കെ ഞാൻ ചെറിയൊരു മിക്സ് ഉണ്ടാക്കി വെച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് മിക്സ് ചെയ്യും. ബ്രോക്കോളി പോലെയുള്ള വെജിറ്റബിൾ ഒക്കെ നമ്മൾ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രോട്ടീൻ റിച്ചുമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു കളർഫുൾ ഒക്കെ ആയിരിക്കും, കാണുമ്പോൾ ഒരു കളർഫുൾ ആയിരിക്കും. ഇനി നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം.
വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സൂപ്പാണ്. എല്ലാവരും പരീക്ഷിച്ചു നോക്കണം. അതോടൊപ്പം വളരെ ഹെൽത്തിയാണ്, നമുക്ക് ഭയപ്പെടാതെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പരീക്ഷിച്ചു നോക്കുക. ഡിന്നറിന് നമ്മൾ വളരെ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിന് പകരം ഇതേപോലെയുള്ള സ്മൂത്തീസ്, നമ്മുടെ വെൽനസ് കമ്മ്യൂണിറ്റി ഡിസൈൻ ചെയ്യുന്നത് പോലെയുള്ള സ്മൂത്തീസ്, അതുപോലെ ഇതുപോലെയുള്ള നമ്മളുടെ സൂപ്പ്, അതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇങ്ങനൊരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്ന വെൽനസ് കമ്മ്യൂണിറ്റി ഓരോ മെമ്പേഴ്സിനും ഈ ഒരു വെൽനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ സാധിച്ചതിനും വളരെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. നമുക്ക് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സൂപ്പ് പറഞ്ഞു തന്നു അല്ലെ. കഴിക്കാൻ വളരെ ഹെവി അല്ല, പക്ഷെ നമുക്ക് ഒരു വയർ ഫില്ലാകുന്ന രീതിക്ക് തക്കെയുള്ള ഒരു സൂപ്പായിരുന്നു മാം പറഞ്ഞത്. നമ്മൾ ഉപയോഗിച്ചതൊക്കെ നല്ല അല്ലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് പുറമെ നമുക്ക് വേണം മാം പറഞ്ഞല്ലേ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്തിട്ട് അതൊന്നുകൂടെ ഒരു കുറച്ചുകൂടെ അല്ലെ നമുക്കൊരു വെജീസും കൂടി ആയിട്ട് പ്ലാന്റ് റിച്ചും കൂടി ആയിട്ടുള്ള സൂപ്പാക്കി മാറ്റാം നമ്മുടെ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. സോ അപ്പൊ നമുക്ക് നല്ല 3 റെസിപ്പീസ് അല്ലെ 3 കിച്ചണിന്നായിട്ട് നമുക്ക് കിട്ടി. സോ എല്ലാവരോടും താങ്ക് യു. അതുപോലെ നമ്മൾ ആൽക്കമിയില് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ ആൽക്കമി പറയുന്നുണ്ട് നമ്മൾ കിച്ചൺ അല്ലെങ്കിൽ റെസിപ്പി ബേസ് നമ്മൾ സ്മാർട്ട് ഗ്രോസറി ചെയ്യാൻ വേണ്ടി ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇന്നത്തെ സെഷന് മുതൽ നമ്മൾ ഇനി വരുന്ന എല്ലാ സെഷനിലും നമ്മൾ ആൽക്കമിന്ന് ഓരോ ടിപ്സ് നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ കിച്ചണിൽ എല്ലാവരും കണ്ടെയ്നേഴ്സ് അല്ലെ ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിലുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കാം. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ടാവാം, സെറാമിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക്കും യൂസ് ചെയ്യുന്നുണ്ടാവാം. നമ്മൾ ഈ പൾസസ് ആയാലും സ്പൈസസ് ആയാലും ഒക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കണ്ടെയ്നേഴ്സിലാണ്. നമ്മൾ അതിലൊരു ഭൂരിഭാഗം നോക്കിയാൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. സോ നമുക്കറിയില്ല നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പലപ്പോഴും പല ആൾക്കാരും നമ്മളത് നോക്കാതെയാണ് ചിലപ്പോൾ വാങ്ങുന്നുണ്ടാവുക. ഇത് ഇന്ന ടൈപ്പ് ഫുഡിന് ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് സേഫ് ആണോ അല്ലെ സൂട്ടബിൾ ആണോ, ഇത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എല്ലാവർക്കും ഒന്ന് ചിന്തിച്ച് എങ്ങനെ വാങ്ങണം അല്ലേ. നമ്മളിപ്പം ചിലപ്പോൾ കുക്ക് ചെയ്ത ഫുഡൊക്കെ ചില കണ്ടെയ്നേഴ്സിൽ വെച്ചാൽ ചിലപ്പോൾ അത് സൂട്ടബിൾ അല്ലെങ്കിൽ അത് നമ്മളെ ഫുഡിനെ ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഭക്ഷിക്കുന്ന നമുക്കും അത് ബാധിക്കുന്നുണ്ടാവാം. സോ അങ്ങനത്തെ പല പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഏത് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണ് നമുക്ക് നല്ലതെന്ന് അറിയാം. ബിക്കോസ് എല്ലാ പ്ലാസ്റ്റിക്കിലും ഓരോ കെമിക്കൽസ് ആവാം, അതിന്റെ ഓരോ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സോ അതിൽ പ്ലാസ്റ്റിക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലെ ബോട്ടിലിന്റെ അടിഭാഗത്തായിട്ട് ഒരു ട്രയാങ്കിളിൽ നമുക്ക് ഓരോ നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ടാവും. 1, 2, 3, 4, 5, 6 അങ്ങനെ 7 വരെ നമുക്ക് ചിലപ്പോൾ നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ടാവും. സോ ഇതിൽ നമുക്ക് ആക്ച്വലി നമ്മളെ ഫുഡ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഏറ്റവും നല്ലത് ഒരു ലോങ്ങർ പീരീഡ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നമ്പർ 2 ആയ HDPE എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ എന്ന് പറയുന്ന നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്കൊരു പൾസസോ അല്ലെങ്കിൽ നമ്മുടെ സ്പൈസസ് ഒക്കെ ഒരു ലോങ്ങർ പീരീഡ് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു മൈക്രോവേവ് കണ്ടെയ്നർ, മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കാറ്റഗറിയാണ്, കണ്ടെയ്നർ കാറ്റഗറിയാണ് നമ്പർ 5 എന്ന് പറയുന്നത് PP, പോളി പ്രൊപ്പലീൻ എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഹോട്ട് ആയിട്ടുള്ള ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സേഫർ ചോയ്സ് ആണ്. സോ ബാക്കി വരുന്ന നമ്പേഴ്സ് ഒക്കെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ചിലതിൽ ചിലപ്പോൾ നമുക്ക് നമ്പേഴ്സ് ഇല്ലാതെയും കാണാം. സോ അത് നിങ്ങളെ കിച്ചണിന്ന് അല്ലെ ഒരു മനഃപൂർവ്വ അല്ലെ നമ്മള് ബുദ്ധിപൂർവ്വം അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇങ്ങനെ നമ്മളെയും നമ്മുടെ ചുറ്റുപാടായ നമ്മളെ എൻവയൺമെന്റ് നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി ആയി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. സോ ഇതാണ് ഇന്നത്തെ ആൽക്കമിയുടെ ടിപ്പ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ആൽക്കമിയുടെ സെഷൻ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. 3 റെസിപ്പീസ് അല്ലെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് നമുക്ക് ഷെയർ ചെയ്ത് തന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് us ടുഡേ. ആൻഡ് ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ടേസ്റ്റി ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് ആൽക്കമി സെഷൻസ് ഇനിയും വരുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.